വാർത്തകൾ തുടരുന്നു. 13ാം പഞ്ചവത്സര പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെടുത്തി തൃത്താല ബ്ലോക്കിൽ കിലയുടെ നേതൃത്വത്തിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. 13ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചും ജനകീയാസൂത്രണത്തെക്കുറിച്ചും വിശദീകരിക്കാനാണ് കിലയുടെ നേതൃത്വത്തിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ ജനപ്രതിനിധികൾക്കും നിർവഹണ ഉദ്യോഗസ്ഥർക്കുമാണ് പരിശീലനം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ EPC അംഗീകാരം വാങ്ങി പ്രവർത്തനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശത്തിന് അനുസരിച്ച് വളരെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ പഞ്ചായത്തുകളിലും നടത്തുന്നത്. മുൻകാലങ്ങളെ സംബന്ധിച്ച് ചില മാറ്റങ്ങൾ പദ്ധതി രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് ഇവിടെ പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വെറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഒരു മാർഗരേഖ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ മാർഗരേഖയ്ക്ക് അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ സെമിനാറിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കില റിസോഴ്സ് പേഴ്സൺമാരായ ഗോവിന്ദരാജ്, വി വസന്ത, CP ജോൺ എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M രജിഷ, TA പ്രസാദ്, VP ഐദുർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ചെറുകുടങ്ങാട് ഇരട്ടപ്പൻ മഹാദേവ ക്ഷേത്രത്തിൽ ബുധനാഴ്ച പുനഃപ്രതിഷ്ഠ കലശ ചടങ്ങുകൾ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. പട്ടാമ്പി സുരക്ഷിത പ്രവർത്തകർ നേതൃത്വം നൽകി. ചെറുകുടങ്ങാട് ഇരട്ടപ്പൻ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ ചടങ്ങുകളുടെ ഭാഗമായാണ് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകിയത്. ഏപ്രിൽ 26 മുതൽ മെയ് 4 വരെയാണ് പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രം വക ഉച്ചഭക്ഷണം നൽകുമെന്ന് സംരക്ഷിക പ്രവർത്തകരായ M സതീഷ് കുമാർ, നിശാന്ത്, പ്രമോദ്, രാധ എന്നിവർ അറിയിച്ചു. ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം സതീഷ് കുമാർ നിർവഹിച്ചു. പട്ടാമ്പിയിലെ പരിതൂര് പഞ്ചായത്തിൽ ചെറുകുടങ്ങാട് എന്ന സ്ഥലത്തുള്ള ഇരട്ടപ്പൻ ക്ഷേത്രം, അത് 2010 ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് വലിയൊരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും കൂടി ശ്രമിച്ചുകൊണ്ട് അത് സാധിച്ചു. ആ ക്ഷേത്രത്തിൻ്റെ മുഴുവനാവുന്ന രീതിയാണ് കലശം എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ കലശമാണ് ഈ 26-ാം തീയതി മുതൽ മെയ് 4-ാം തീയതി വരെ ആ ഇരട്ടപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. ആ കലശത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഇവിടെ സംരക്ഷിക ചാരിറ്റബിൾ സൊസൈറ്റി 9 വർഷമായിട്ട് നിത്യേന വൈകുന്നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഈ 26-ാം തീയതി മുതൽ അടുത്ത മെയ് 4-ാം തീയതി വരെ ഇരട്ടപ്പൻ ക്ഷേത്രത്തിൻ്റെ സമിതി പ്രവർത്തകർ അവരുടെ വക ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെമ്പുലങ്ങാട് മാഞ്ഞാമ്പ്ര വാളോട്ടുപാറ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. മഹാദേശഗുരുതി, വിവിധ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ചെമ്പുലങ്ങാട് മാഞ്ഞാമ്പ്ര ശ്രീ വാളോട്ടുപാറ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് മഹാദേശഗുരുതി തുടങ്ങിയവയും ഉണ്ടായിരുന്നു. വൈകുന്നേരം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരം വരവ് നടന്നു.
അക്ഷയ തൃതീയയുടെ ഭാഗമായി കൂറ്റനാട് റീഗൽ ജ്വല്ലേഴ്സ് ഇടപാടുകാർക്ക് പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 28, 29 തീയതികളിലാണ് അക്ഷയ തൃതീയ കൊണ്ടാടുന്നത്. അക്ഷയ തൃതീയയെ വരവേൽക്കാൻ കൂറ്റനാട് റീഗൽ ജ്വല്ലേഴ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. 28, 29 തീയതികളിലായാണ് അക്ഷയ തൃതീയ ആഘോഷിക്കുന്നത്. 1 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഫ്രീ ക്യാഷ് വൗച്ചർ, ഗ്രേറ്റ് എക്സ്ചേഞ്ച് ഓഫർ, ഡയമണ്ട് ക്യാരറ്റ് റേറ്റിൽ 6000 രൂപ വരെ ഡിസ്കൗണ്ട്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എന്നിവയാണ് അക്ഷയ തൃതീയയുടെ ഭാഗമായി റീഗൽ ജ്വല്ലേഴ്സിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ഉടമകൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC മൂല്യനിർണ്ണയ ക്യാമ്പ് സമാപിച്ചു. പട്ടാമ്പിയിൽ എന്യൂമറേഷൻ തുക നൽകാൻ ബാങ്ക് അധികൃതർ വിസമ്മതിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ടാബുലേഷൻ ജോലി നിർത്തിവെച്ചു. നിരാലംബ കുടുംബത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഭവന നിർമ്മാണ സമിതിയുടെ മറുപടി. കറൻസി ക്ഷാമത്തിനും പെൻഷൻ മുടങ്ങുന്നതിനുമെതിരെ KSSPU-വിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ SBE ശാഖകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആമക്കാവ് ചകിരിപ്പറമ്പ് 81 നമ്പർ അംഗനവാടി പുതുക്കി പണിതു. ഗ്രാമീണോത്സവമായി കെട്ടിട സമർപ്പണം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.